FCRA നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധ പ്രകടനം ഇന്ന് നടത്തി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ വിഷയം രാഷ്ട്രീയ ആയുധം ആകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. നിർദ്ദിഷ്ട നിയമനിർമ്മാണം പിൻവലിക്കണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. വിദേശ സംഭാവനകൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തടയേണ്ടതല്ലേ? ഫോറിൻ ഫണ്ട് ദേശീയ നയനിർണയങ്ങളെ സ്വാധീനിക്കാതിരിക്കാനുള്ള നീക്കം നടത്തേണ്ടതല്ലേ? അത്തരത്തിൽ കർശനമായ ഒരു ചട്ടക്കൂടാണ് ഭേദഗതി എന്ന് ഭരണപക്ഷം വാദിക്കുന്നു. വിവിധ സംഘടനകൾക്ക് വരുന്ന വിദേശ പണത്തിൻ്റെ ഉപയോഗം നിരീക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതിന് ഈ നിയമം സഹായിക്കുമെന്നാണ് കേന്ദ്ര നിലപാട്. രാജ്യസുരക്ഷയാണോ ബിൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്, അതോ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കുരുക്കാണോ ഈ ബിൽ? ഭേദഗതി ക്രൈസ്തവ സംഘടനകളെയാണോ ലക്ഷ്യമിടുന്നത്? കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു തിരിച്ചടിയാകുമോ? അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ഈ വിദേശ ഫണ്ട് വരുന്നു എന്നത് കുറേ കാലമായി സർക്കാർ വലിയ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ പല പ്രതിഷേധ പരിപാടികൾക്ക് ഫണ്ട് വരുന്നുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇവിടുത്തെ പ്രതിഷേധങ്ങളിൽ എന്ത് താല്പര്യം എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഇത് പക്ഷെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPക്ക് ഒരു തിരിച്ചടിയാകും എന്ന് കരുതേണ്ടതുണ്ടോ? അത് വിവരമില്ലാത്തവർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നോ അത് കേട്ട് വിശ്വസിക്കുന്നോ അത് BJPക്ക് തിരിച്ചടിയാവും. ഇവർ ഡൽഹിയിൽ അൽഫറ സർവകലാശാലയുടെ കാര്യം വന്ന് മനോഭരത്തിന്റെ അടുത്ത് ഞാൻ ഇതേ പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടായത്. അത് അവിടെ എനിക്ക് ചിദംബരത്തിനെ വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് അദ്ദേഹമാണ് തുടങ്ങി വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ താറടിച്ച് കാണിച്ച് എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ ഏത് ഗവൺമെന്റ് വന്നാലും ആ നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞത്. ആ സിദ്ദിഖി എന്ന് പറഞ്ഞ അന്ന് മനു എന്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേകിച്ച് ഈ സംഭവം ആയതുകൊണ്ടാണ് ആദ്യം കയറി വിളിച്ചത്. താങ്കൾ എന്റെ അടുത്ത് പറയണ്ട, അയാൾ ഇന്നസെന്റ് ആണ്, അവിടെ ഉള്ളവര് ടെറർ മോഡ്യൂൾ സംഘടിപ്പിച്ചതാണെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. ചുരുക്കം പറഞ്ഞ ആ സ്ഥാപനത്തിലും അതിന് പങ്കുണ്ട്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ബംഗാളി സ്ത്രീ, എന്താണ് പേര്, അവരെയാണ് അതിന്റെ വച്ചിരിക്കുന്നത്. അപ്പൊ സംശയിക്കില്ലല്ലോ, ഒരു ഹിന്ദു സ്ത്രീയാണ്, വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ആയിട്ടുള്ളത്. നടത്തിയ നമ്മൾ കണ്ടില്ല, എന്തുമാത്രം വിഷമിച്ചു. ഇത് തടുക്കാനായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്രിസ്ത്യാനികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കോ ഒന്നും യാതൊരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. അവരെ ഓൾറെഡി മോണിറ്റർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചു കാലം മുമ്പ് താങ്കളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെന്നൈയിലെ ഒരു സ്ഥലത്തൊരു സോഷ്യൽ വെൽഫെയർ സെന്ററിൽ ചെന്ന് അവിടെ കുറച്ച് ഫോറിൻ ഫണ്ട്സ് വരുന്നതാണ്. അവിടെ ഓഫീസ് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ പെൺകുട്ടിയോട് ചോദിച്ചത് എന്താണ്. അപ്പൊ പറഞ്ഞു ഗവൺമെന്റ് അവിടെ ഇട്ടിരിക്കുന്നതാണ്, അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട്. ആർക്കെങ്കിലും ട്രബിൾ ഉണ്ടോ? ഇത് മുതലെടുക്കാൻ വേണ്ടി അത് ദേശവിരുദ്ധ ശക്തികളെ പിടിക്കാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ ഇവരുടെ ചില കാര്യങ്ങൾ അവർ ഒന്നുമില്ല, ഒരു കാര്യമില്ല. അത് വേണ്ടവണ്ണം കണക്ക് വെച്ച് മര്യാദയ്ക്ക് കൊടുത്തേ, അതൊന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെ ഭേദഗതി വേണമെങ്കിൽ ആവാന്നും പറഞ്ഞ് വീണ്ടും ബില്ല് മാറ്റിയിട്ടുണ്ടല്ലോ. ഇത് കൂടുതൽ എന്ത് ഫ്ലെക്സിബിലിറ്റിയാണ് വേണ്ടത്? ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. പ്രോപ്പർട്ടി റൈറ്റുകളാണ് ഇതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഈ അസറ്റുകൾ പിന്നീട് ഗവൺമെന്റ് അപ്പോയിന്റഡ് അതോറിറ്റിയിലേക്ക് നീങ്ങുമോ എന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടികൾ സെന്റ് റീസാസ് കോളേജും ഇവിടെ ഉള്ളതൊക്കെ 100 വർഷം ഇപ്പൊ ആഘോഷിച്ചത്. ആ പ്രോപ്പർട്ടി എവിടേക്ക് നീങ്ങാനാ എന്റെ മനോവരതെ? എവിടേക്ക് നമ്മളുടെ ക്രിസ്ത്യൻ പ്രോപ്പർട്ടീസ് ഒക്കെ? പിന്നെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി ചില കോൺഫിസ്കേറ്റ് ചെയ്യുന്ന രാജ്യദ്രോഹ പ്രവർത്തനത്തിന് അത് പിന്നെ വേറൊരു രാജ്യദ്രോഹിക്ക് തിരിച്ചു കൊടുക്കണോ? അല്ലെങ്കിൽ ആ രാജ്യദ്രോഹം ചെയ്തവന്റെ സമുദായത്തിന് തിരിച്ചു കൊടുക്കണോ വേറെ ആർക്കെങ്കിലും? ഇതൊക്കെ ന്യായമാണോ? ഇവിടെ ചുരുക്കം പറഞ്ഞ രാജ്യസുരക്ഷ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാം, ഏത് പാർട്ടി ഭരിച്ചാലും. അത് ഇവിടെ ഉള്ളവർക്ക് ഇല്ല. ഇപ്പൊ അതിന്റെ പേരിൽ ഒരു വലിയ മുതലെടുപ്പ്, BJP 10 വോട്ട് പോവും. അവർ ഇത്ര വിഡ്ഢികളാണ് ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത് അവതരിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇലക്ഷൻ കഴിയുന്നവർക്ക് നോക്കിയിരുന്നാൽ പോരെ. ഇത് ഇവിടുത്തെ ഉത്തർപ്രദേശിലെ ചില സംഭവങ്ങൾ നടന്നു. ഇവിടുത്തെ ഒരു പത്രവും പറയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ന്യൂസ് 18 അത് കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു. ഒരു ജംഗൂർ ബാബ എന്ന് പറഞ്ഞിട്ട് ആളുടെ കാര്യം താങ്കൾക്ക് അറിയാമോ? വായിച്ചോ അത്?
അയാള് വെറും ബോംബെയിലെ ഹാജി അലി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മുസ്ലിം റിലീജിയസ് ആർട്ടിക്കിൾസ് വിറ്റ് നടന്നിരുന്ന ആളാണ്. അവന്റെ കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിന്റെ അകത്ത് നമ്മുടെ യൂസഫ് അലി വരെ കണ്ടാൽ ഞെട്ടിപ്പോകും ലുലുമാളൊക്കെ അതിന്റെ അകത്ത സംവിധാനങ്ങൾ. മതം മാറുന്ന ഒരാൾക്ക് 2.5 ലക്ഷം രൂപ വെച്ച് അങ്ങോട്ട് കൊടുത്തിരുന്നത്. ആ ഭൂമി നോക്കിയപ്പം അവിടെ അഖിലേഷ് യാദവ് ഭരിച്ചിരുന്നില്ലേ, മായാവതി ഭരിച്ചിരുന്നില്ലേ, നോക്കിയപ്പോ എന്താ കെട്ടിട ഇരിക്കുന്നത് യുപിയുടെ ഗ്രാമസമാജിന്റെ ഭൂമിയിലാണ് ആ കെട്ടിട ഇരിക്കുന്നത്. അവൻ സ്വന്തം കാശ് കൊടുത്തത് പോലുമില്ല. അത് യോഗി ആദിത്യനാഥ് ബുൾഡോസർ വെച്ച് അടിച്ച് തകർത്തിട്ടുണ്ട്. കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിലപാട് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എന്നോടൊപ്പം ഇന്ദിര ചെങ്ങന്നൂരിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? ശ്രീമതി ഇന്ദിര, ഓക്കെ, ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റി. എന്നോടൊപ്പം ശരത്ത് ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, ചുരുങ്ങിയ വാക്കുകൾ, ഇത് ഒരു തലവേദനയാകുമോ BJPക്ക്? ഇത് FCRA ഭേദഗതി ഉണ്ട്, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമായ ഒന്നാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നൊക്കെ ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ വേറെ പ്രയാസപ്പെടേണ്ടി വരുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? ഇത് പ്രധാനമായിട്ടും പറയുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദേശത്തു നിന്നുള്ള പണം സ്വീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുപാട് നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഏതായാലും വിദേശത്തുനിന്ന് ഉള്ള ഫണ്ട് സ്വീകരിക്കുന്നത് നിയമപ്രകാരമാണോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണം നല്ലത് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള കണക്കും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കേന്ദ്രത്തിൽ നിന്നുള്ള ഒത്തിരി നിയമങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചിലത് അംഗീകരിക്കാൻ പറ്റുന്ന അംഗീകരിക്കും, അല്ലാത്തതാണെങ്കിൽ അതിനെതിരെ എതിർപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പൊ ഇതിലും അതേപോലെ തന്നെ തുടർ അന്വേഷണം പറയട്ടെ, അതിനകത്ത് എന്താണോ അത് ക്ലിയർ ചെയ്യേണ്ടത് അത് ചെയ്യട്ടെ, അത്ര എനിക്ക് പറയാവുള്ളൂ. ഓക്കെ, ശരി, വ്യക്തമാണ്. അപ്പൊ ചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. ശ്രീ ചന്ദ്രൻ, ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, സഭാ നേതൃത്വം വലിയ തോതിൽ ആശങ്കപ്പെടുകയാണ്. അവിടെ അവരുടെ ലൈസൻസുകൾ അല്ലെങ്കിൽ FCRA ലൈസൻസുകൾ ക്യാൻസൽ ചെയ്യപ്പെടുമോ? സ്വാഭാവികമായും അത് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ഒക്കെ ഈ ബില്ലിനെ ജനാധിപത്യ വിരുദ്ധം, ഭയങ്കരം എന്നൊക്കെയാണ്, ഡേഞ്ചറസ് ആൻഡ് അൺഡെമോക്രാറ്റിക്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കോൺട്രി ടു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ശ്രീ ചന്ദ്രൻ കരുതുന്നത്? സാഹചര്യമുണ്ടല്ലോ, അതാണല്ലോ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച ഒരു ഡേവിഡ് വിജയ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു കേട്ടു, ക്രിസ്ത്യാനികള് എന്ത് ഭീകരവാദമാണ് വളർത്തുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാനൊക്കെ ക്രിസ്ത്യാനികളുടെ നടുവിൽ ജീവിക്കുന്ന ആളാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ക്രിസ്ത്യാനികളായി. പക്ഷേ ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ളൊരു ബില്ലല്ല, ഇത് അല്ല, NGOകൾക്കെതിരെയുള്ളൊരു ബില്ലാണ്, അല്ലെങ്കിൽ NGOകളെ നിയന്ത്രിക്കുന്ന ഒരു ബില്ലാണ്. മദർ തെരേസയുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന പൈസയൊക്കെ തടുക്കാനുള്ള ഒരു ബില്ലായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്, ക്രിസ്ത്യാനികളടക്കം. ഇന്ന് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു. എന്റെ അടുത്തുള്ള ഒരു ഫാദറിനായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നതാണ്, ഞങ്ങൾക്കൊന്നും ഒരു ബോധമില്ലാതെയാണോ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നത്? ഞങ്ങൾക്കൊന്നും ഒരു വിവരമില്ല. ഞങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസത്തിൽ തന്നെ, കേരളത്തിലെ വിദ്യാഭ്യാസത്തെ മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചവരാണ് ഞങ്ങൾക്ക് ഒരു വിവരമില്ലാതെയാണോ ഈ ബില്ലിനെ എതിർക്കുന്നതാണ് അവർ ചോദിക്കുന്നില്ലേ? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ജോസഫ് എന്നോടൊപ്പം ചേരുന്നത് മൈസൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്. ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ബാംഗ്ലൂരിൽ വിളിച്ചുകൊണ്ടിരുന്ന ജോസഫ് തന്നെയാണ്. മൈസൂരിലേക്ക് താമസം മാറ്റി. ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പം മൈസൂരിലേക്ക് മാറിയോ? താമസം മാറിയതാണോ? അല്ല, നമ്മുടെ ഒരു ചെറിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു, അത് വിറ്റു. മെഡിക്കൽ സൗകര്യങ്ങൾ ഉദ്ദേശിച്ച് മൈസൂർ കുറച്ചുകൂടെ മെഡിക്കൽ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് മൈസൂരിലേക്ക് മാറിയിരിക്കുകയാണ്. എക്സാക്ട്ലി, റീലൊക്കേറ്റ് ചെയ്തു. KRF ഡാമിലേക്ക് പോകുന്ന വഴിക്കൊരു വീടാണ് താമസിക്കുന്നത്. അപ്പൊ പുതിയ വീടിന്റെ പാലുകാച്ചലൊക്കെ ഗംഭീരമായി നടത്തിയോ? നടത്തി. അപ്പൊ മനുവൊക്കെ മൈസൂരിന് വരികയാണെങ്കിൽ ഞാൻ എന്റെ അഡ്രസ് തരാം, ഇവിടെ വരാം. സന്തോഷം. അപ്പം ആസ് യൂഷ്വൽ യു ആർ സ്മാർട്ട് ലുക്കിംഗ്. താങ്ക് യു സോ മച്ച്. ഞാൻ ശ്രീ ജോസഫിനെ കാണുമ്പോൾ തന്നെ എന്റെ ഉള്ള സ്മാർട്ട്നെസ് കുറച്ച് കൂടും. അല്ലല്ല, യു റിയലി ഗുഡ് ലുക്ക് ബിക്കോസ് ഓഫ് യുവർ പ്രസന്റേഷൻ. യുവർ ഫേസ് യു ഓൾവേസ് ഡു എ ഗുഡ് പ്രസന്റേഷൻ. അറ്റ് ടൈംസ് യു ലിറ്റിൽ ആങ്കർ വരും.
അത് ഒരു പൗരുഷത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാൻ മതി. അതെൻ്റെ എന്താ ചില സമയത്ത് നമ്മുടെ അകത്തുനിന്ന് അതങ്ങനെ അറിയാതെ അണപൊട്ടി വരുന്നതാണ്. ഞാൻ പലപ്പോഴും ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് പല ആളുകളും എന്നോട് അങ്ങുൾപ്പെടെ പറയുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഈ ഡയബറ്റിക്കിന്റെ ബോർഡർ ലെവലൊക്കെയാന്ന് പറഞ്ഞല്ലോ, അത് അതിന്റെ ഒരു കാരണം നമ്മുടെ മാനസിക സംഘർഷവും ഈ ഡയബറ്റിക് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ശരിയാ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക. കം ടു ദ പോയിന്റ്. ഇപ്പം ഈ മോഡി ഗവൺമെന്റിന്റെ പല നടപടിക്രമങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഈ രാജ്യത്ത് നടക്കുന്ന ലിഞ്ചിങ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിലൊന്നും ഈ പ്രൈം മിനിസ്റ്റർ ഒരിക്കലും റിയാക്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ മതി, ഈ നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അതിനുവേണ്ടി രാജ്യത്ത് നിയമപാലകരുണ്ട്, അവരത് കൈകാര്യം ചെയ്യട്ടെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്നതും ചർച്ച തല്ലിപ്പൊളിക്കുന്നതും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിവേ, ഇപ്പൊ ഈ FCRA നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ ഇന്ന് മുതൽ 20,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻകം ടാക്സ് എൻക്വയറി വരും, നമ്മളതിന് ഉത്തരം കൊടുക്കണം. അങ്ങനെയുള്ള ശക്തമായ നിയമങ്ങളുള്ള ഈ രാജ്യത്ത് ഈ FCRA നിയമങ്ങളും വരുന്നത് ഈ റിസർവ് ബാങ്കിൽ കൂടെയാണ് ഈ പണം വരുന്നത്. ആ പണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് സ്കൂട്ടി ചെയ്യാനായിട്ടുള്ള എക്സിസ്റ്റിംഗ് നിയമങ്ങൾ ധാരാളം മതി. അപ്പൊ ഇത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയാലും ശരി, NGOs ആയാലും ശരി, അവർ ഇതിനെ കാണുന്നത് NGOസിനെ ശ്വാസം മുട്ടിക്കുക, മൈനോറിറ്റി കമ്മ്യൂണിറ്റിനെ ശ്വാസം മുട്ടിക്കുക, അതിനുവേണ്ടിയുള്ള ചില പരിധികൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നോക്കുമ്പോഴല്ല, ഇതുകൊണ്ട് പണിത കെട്ടിടങ്ങൾ പിടിച്ചെടുക്കാം, അതിന് നിസ്സാര കാര്യങ്ങളാണ് പറയുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് ഒരു പ്രത്യേക ബോർഡ് ഉണ്ടാക്കുകയാണ്. എന്തിനതിന്റെ ആവശ്യം? രാജ്യത്ത് നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് എന്തിനാണ് ഈ പുതിയ ഇതിന്റെ ഒരു ആവശ്യം ഇപ്പം ഇല്ലെന്നുള്ളതാണ് അതിന്റെ സത്യം. ഇത് ഇവിടെ ഹിന്ദുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, ഒരു ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് മോഡി ഗവൺമെന്റ് ചെയ്യുന്ന ഓരോരോ നിയമങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തം. അപ്പോൾ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിലും ചേർന്നിട്ട് നമുക്ക് ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ നോക്കാം. ഷിജു എന്നോട് നമസ്കാരം പറയുന്നുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഡു യു വോണ്ട് ടു ടോളറേറ്റ് അബ്യൂസീവ് കമൻറ്റ്സ് ഇൻ പൊതുവേദി യൂട്യൂബ് എന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് ബിലോ ഓൾ ടോളറബിൾ ലിമിറ്റ്സ്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ പൊതുവേദിയിൽ അബ്യൂസീവ് കമൻറ്റ്സ് ആരിട്ടാലും അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് നമ്മളൊരു പൊതു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും അംഗീകരിക്കണം. നമ്മുടെ ഷാജി ഭാസ്കറിനെ പോലുള്ളവരൊക്കെ അതിനു വേണ്ടി വളരെയധികം ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷിജുവും ഇപ്പോൾ അത് പറയുന്നു എന്നതിൽ സന്തോഷം. ഐ താങ്ക് യു ആൻഡ് News 18 ടു പ്രൊമോട്ട് സച്ച് കമൻറ്റ്സ് ആൻഡ് ഹെയ്റ്റ് സ്പീച്ച്, ദാറ്റ്സ് വൈ ദേ കണ്ടിന്യൂ ഡൂയിങ് ദിസ് എന്നാണ്. ഇല്ല നമ്മൾ ഐ തിങ്ക് എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഒരു തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചിനെയോ ഒരു തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശങ്ങളെയോ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സഭ്യമായ ഭാഷ ആണ് ഏറ്റവും വലിയ ശക്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഷിജു ചിലരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ വടകരി ഒന്നും അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനെ വന്നിട്ടില്ലെന്നാണ്. അദ്ദേഹം സഭ്യമായ ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഇവിടെ പറയുന്നുണ്ട്. ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു വളരെ ചെറുപ്പമായി എന്നാണ് പറയുന്നത്. ശശിധരൻ പിള്ള ഇന്ന് എന്നോട് അനുകൂല നിലപാടാണ്. ചില സമയത്ത് രൂക്ഷമായി വിമർശിക്കുന്ന ശശിധരൻ പിള്ളയെ നമുക്ക് കാണാം. ഇന്ന് പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് വളരെ ചെറുപ്പമായി, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ലുക്കുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു ശ്രീ ശശിധരൻ പിള്ളൈ. അപ്പോൾ മോഹനൻ എന്നോട് പറയുന്നു, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്ന് എന്നോട് പറയുന്നു. പാലി എന്നോടൊപ്പം N5K എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പാലിക്കൊക്കെ എൻ്റെ ഹായ്. കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. മനു ഗുഡ് സബ്ജക്റ്റ് ആണെന്ന് എടുത്തിരിക്കുന്നതെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ശ്രീ കിഷോർ കോന്നി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കിഷോറിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരാളാണ്. സുനിൽ കുമാർ മനുവിന് എനിക്ക് നമസ്കാരം എന്ന് പറയുന്നത്. നമുക്കൊന്നും ഒരു ഫണ്ടും വരാനില്ല, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടെന്നാണ് ശ്രീ ശശിധരൻ പറയുന്നത്. ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ലണ്ടനിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു. BJPക്ക് കേരളത്തിൽ പ്രതീക്ഷിച്ച ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ല. ഷോണിനെ തോൽപ്പിക്കാനുള്ള സംസാരം ഇന്ന് PC ജോർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സുനിൽ ശശിധരന് നമസ്കാരം പറയുന്നു. പലി എന്നോട് ബില്ല് പിൻവലിക്കണം എന്ന് N5K എന്നോട് പറയുന്നു. ഡേവിഡ് വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നു. സുനിൽ VC തോമസ് പറയുന്നു, നമസ്കാരം മനു സർ. ഇലക്ഷൻ കഴിയാതെ ഇനിയും ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കില്ല. ഇലക്ഷനെ
അത് ബാധിക്കും എന്ന് BJPക്ക് ഉറപ്പായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് VC തോമസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കും കേട്ടോ, തന്ത്രപരമായ ഒരു നീക്കം അവിടെ നടത്തി. കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉള്ളതിനേക്കാൾ എളുപ്പം അത് പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു സുനിൽ. ഓക്കെ, പ്രമോദ് നാണു എന്നോട് പറയുന്നു, വിദേശ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തിന് ഭയക്കണം എന്ന് ചോദിക്കുന്നു. നിയമങ്ങളൊന്നും ഒരു മതത്തിനും എതിരല്ല, ബട്ട് ഇവിടെ 10 വോട്ടിന് വേണ്ടി ഇടതു വലത് പാർട്ടികൾ നുണ പ്രചരിപ്പിക്കുന്നു എന്നാണ് സുനിലിൻ്റെ ആക്ഷേപം. ഗിരീഷ് കുമാർ 6866 പറയുന്നത്, പിതാക്കന്മാർക്ക് 75% പിതാക്കന്മാരൊക്കെ കോൺഗ്രസ്സുകാരാണ്. പിതാക്കെന്ന് വെച്ചാൽ ബിഷപ്പ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരൊക്കെ 75% കോൺഗ്രസ്സുകാരാണ്. മുനമ്പം വിഷയത്തിൽ ഇത്രയും വിഷമം ആർക്കും കണ്ടില്ലല്ലോ എന്നാണ് ഗിരീഷ് കുമാർ ചോദിക്കുന്നത്. ജയകുമാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അട്ടപ്പാടിയുടെ പേരിൽ ഒരുപാട് NGOകളുണ്ട്, അതെല്ലാം ഫേക്കാണെന്ന് നമ്മൾ കേൾക്കുന്നില്ല, അത്തരം നിയമവിരുദ്ധരെ പിടികൂടുക തന്നെ വേണം എന്ന് പറയുന്നു സുനിൽ. അതുപോലെ അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, നമസ്കാരം മനു എന്ന് പറയുന്നു. അരുന്ധതിയൊക്കെ അവിടെ പ്രചരണ പരിപാടികളിലൊക്കെ തിരക്കിലായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരിൻ്റെ ഉദ്ദേശം ഭീകരതയ്ക്കുള്ള ഫണ്ട് വരവ് നിർത്തുക എന്നതാണ്, അതിൽ മതം കലർത്തേണ്ട എന്ന് സുനിൽ പറയുന്നു. ബില്ല് സ്റ്റേ ചെയ്യണം എന്ന് എന്നോട് മുസൈബ ഇസ്മയിൽ പറയുന്നു. മുസൈബ എന്നോട് പറയുന്നത് ഈ ബില്ല് സ്റ്റേ ചെയ്യണം എന്നതാണ് മുസൈബയുടെ ഒരു ആവശ്യം. അപ്പോൾ എന്നോടൊപ്പം KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കെ ജി കുമാർ, ന്യൂനപക്ഷങ്ങൾ ആകെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹം പറയുന്ന അവരുടെ ഒരു വലിയ പ്രശ്നമായി ഇത് മാറും, അവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഒരു ആശങ്ക പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതായത് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് ഏതെങ്കിലും തെറ്റായ രീതിയിൽ അത് വിനിയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനകത്ത് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ മിഷണറിമാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനയ്ക്ക് മാത്രമല്ല വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നത്. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ശ്രീരാമകൃഷ്ണ മിഷൻ ആയാലും അമൃതാനന്ദമയി മഠമായാലും അതേപോലെ നിരവധി ആൾക്കാർക്ക്. പക്ഷെ ഈ വരുന്ന ആൾക്കാർ ഈ വിനിയോഗിക്കുന്ന ഫണ്ട്, ആ കാശ് ഇന്ന ആവശ്യത്തിന് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കണം എന്നുള്ളതാണ്. ഇതിലുള്ളൊരു ആശങ്ക എന്താന്ന് വെച്ചാൽ, ചെറിയ എന്തെങ്കിലും മനുഷ്യരാണല്ലോ പറ്റിപ്പോകാം എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പൊ പണം കൃത്യസമയത്ത് അതിന്റെ കണക്ക് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിക്രമ ലൈസൻസ് പുതുക്കുന്നതിലോ ഒക്കെ വന്നാൽ, ഇപ്പൊ CBCI തന്നെ പറയുന്നു, ഗ്രേവ് കൺസേൺ എന്താണ് പറയുന്നത്, the pretext of license renewal they could enable executive overreach into a constitutional guaranteed freedom. The bill, the CBCI said, raised serious concern about undue interference in the functioning of minority institutions and civil society എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈസൻസിങ്ങിന്റെ പേരിൽ പക്ഷേ ഈ ലൈസൻസ് കൃത്യസമയത്ത് പുതുക്കിയില്ല എന്ന് വരും, ആ ഫണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ് വരുന്നത്. അല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ പ്രധാനമായിട്ടും ഇതിൽ പ്രതിഷേധം. മറ്റു സംസ്ഥാനങ്ങളിൽ ആസാമിൽ നിന്നും ഒക്കെ ഉണ്ട്, എന്നാലും കേരളത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ആശങ്കയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോട്, ഭരണകൂടത്തോട് അത് ബോധിപ്പിക്കാനുള്ള ഒരുപാട് ഇടനിലക്കാരുൾപ്പെടെ ഒരുപാട് പ്രതിനിധികളുണ്ട്, അവർക്ക് തന്നെയുള്ളൂ. പക്ഷെ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഹിഡൻ അജണ്ട ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത് കൊണ്ടുവരത്തില്ലായിരുന്നു. പക്ഷേ ഇത് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു അവസരമായിട്ട് ഇത് മുതലെടുക്കുകയാണ്. അപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇത് അവതരിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഒരു കാരണവശാലും ഇതില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഹിന്ദു സംഘടനകൾക്ക് വരുന്ന അവരെ ഒരുപാട് പേരെ മരവിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ പൈസ എന്ന് പറഞ്ഞ രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നല്ല, ഈ കാശ് എടുത്തിട്ട് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില ഇതിനോട് യോജിക്കുമെന്ന് നോക്കാം. ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില, അങ്ങനെ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല, ഇത് ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കൽ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെ പിടിച്ചെടുക്കുമോ, അങ്ങനെ അവരുടെ അധീനതയിൽ, കേന്ദ്രം അവരുടെ അധീനതയിലേക്ക് ഇത് കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെടാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങ് ഇത് അംഗീകരിക്കുമോ?
നമസ്കാരം. നമസ്കാരം. ഇതിനകത്ത് ഇപ്പം ഈ വിദേശത്തു നിന്നും സ്വീകരിക്കുന്ന പണവും അതുവഴി ആർജിക്കുന്ന സ്വത്തും ദേശീയ താല്പര്യത്തിന് സുരക്ഷയ്ക്കോ വിരുദ്ധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ FCR അങ്ങനെയാണെങ്കിൽ നിയമ ഭേദഗതി തെറ്റില്ല. കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങൾ എന്നാ ഇപ്പൊ ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇത് സോഷ്യൽ എക്കണോമിക് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് നമ്മുടെ രാജ്യത്തെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വാങ്ങിയിട്ട് ഇന്ത്യ നശിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യം അതും എന്റെ പെട്ടി നിറക്കണം എന്നൊക്കെ വിചാരിക്കുന്ന രാജ്യദ്രോഹികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ ആണ് ഈ ഫണ്ട് കൂടുതലും ഭീകര പ്രവർത്തനങ്ങൾക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തടയാനായിട്ട് ഇതിന്റെ നിയമ ഭേദഗതിയാണെങ്കിൽ തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനിവാസൻ. ഓക്കെ, പ്രദീപും ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്. ഈ കാശ് കണ്ടമാനം ദുരുപയോഗമുണ്ട്. ഈ വയനാട്ടിൽ ദൂരം വേറെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ ഒരു സംഘടനയുടെ പേരും പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കുമ്പോൾ സ്ഥലം വിടും. അതുപോലെ ഈ നായ വളർത്തല്, അനാഥാലയം എന്നൊക്കെ പറഞ്ഞ പൈസ എടുത്തിന്റെ ആള് ചെല്ലുമ്പോ അനാഥാലയം കാണില്ല, ഒന്നും കാണില്ല. പൈസ ഇവര് വേറെ വഴി സ്ഥലം മേടിക്കും, വില്ല മേടിച്ചു, മരുന്നുകളെ വാങ്ങി എല്ലായിടത്തും. ഈ ഇവിടെ ഒക്കെ ശരിയാ, അച്ഛന്മാരും ശരിയാ, ഇവര് വേറെ സ്ഥലം മേടിച്ചു കൂട്ടുന്നു, വേറെ പരിപാടിയൊക്കെ. അതാണ് ഇത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നല്ല രീതിക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അരുന്ധതി എന്നോടൊപ്പം നമസ്കാരം എന്ന് പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഉദ്ദേശം ഭീകരതയ്ക്കുള്ള ഫണ്ട് വരവ് നിർത്തുക എന്നതാണ്, അതിൽ മതം കലർത്തേണ്ടതില്ല എന്ന് സുനിൽ പറയുന്നുണ്ട്. അപ്പോൾ പള്ളി ഇലക്ഷൻ കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കും എന്ന് എന്നോട് പാലി N5K എന്നോട് പറയുന്നു. നന്ദകുമാർ പറയുന്നത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നാം നിയമത്തെ എന്തിനു ഭയപ്പെടണം, എന്തിനാണ് എല്ലാറ്റിലും മതം കാണുന്നത് എന്ന് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് ചോദിക്കുകയാണ്, മനുവിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് പറയാമോ എന്നാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയമാണ് അന്വേഷിക്കുന്നത്. ഞാൻ നിഷ്പക്ഷനായിരിക്കണം എന്ന ഒരു നിലപാട് പലർക്കും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകും. ഞാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്നതൊക്കെ ഉണ്ടാകുമായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമുള്ളവരെയോ ഇല്ലാത്തവരെയോ ഒന്നും വെറുക്കേണ്ടതില്ല, എല്ലാവരും വരട്ടെ, അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും പറയട്ടെ. എൻ്റെ പലപ്പോഴും നിലപാടുകൾ ഈ ഇഷ്യൂ ബേസ്ഡാണ്, വിഷയാധിഷ്ഠിതമായി ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ പല ആളുകൾ പലതരം രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് തന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെയൊന്നും വലിയ കാര്യമായി എടുക്കാറില്ല. എന്ത് പാർട്ടിയിലേക്ക് എനിക്ക് മെമ്പർഷിപ്പ് തന്നാലും ഞാനത് അവർ തരുമ്പോൾ അതങ്ങ് സ്വീകരിക്കുകയാണ് പതിവ്. അപ്പോൾ ഏതായാലും ഇതിന് കൃത്യമായൊരു മറുപടി ഇവിടെ ശശിധരൻ പിള്ളയ്ക്ക് സുനിൽ നൽകുന്നുണ്ട് കേട്ടോ. ഞാനത് ഇപ്പോൾ വായിച്ചപ്പോൾ ഞാൻ തന്നെ വളരെ സന്തുഷ്ടമായി. മനുവിൻ്റെ പൊളിറ്റിക്സ് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്ന പൊളിറ്റിക്സ് ആണെന്നാണ്. ഞാൻ ഇത്രയും സന്തോഷിക്കുന്നൊരു കമൻറ്റ്. താങ്ക് യു സുനിൽ, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാർലമെൻറ്റിൽ കേരളത്തിലെ MP-മാർക്ക് മാത്രം ആണ് എന്തിനാണ് അവർ പ്രശ്നമുണ്ടാക്കുന്നത്, അത് വെറും രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. KG കുമാറിന് ചിലരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. ശശിധരൻ പിള്ള അവിടെ ഇരുന്ന് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് SIR പോലെ ഇതും തർക്ക വിഷയമാകും എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കളിക്കളം റെഡി.
കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ബർമുഡ ട്രയാങ്കിളിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ പ്രദീപ്, കേൾക്കാമോ? പ്രദീപിന്റെ ടെലിഫോൺ ലൈൻ എന്തോ. ഹലോ, നമസ്കാരം മിസ്റ്റർ മനു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നല്ലേ അവിടെ പറയേണ്ടത് അല്ലേ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ മനു. ഞാൻ ഇന്നലെ ഈ വിഷയം നിങ്ങളിത് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ആക്ച്വലി ഞാനൊന്ന് രാവിലെ വിളിക്കണമെന്ന് വെച്ച് വിളിച്ചത്, അല്ലെങ്കിൽ വിളിക്കത്തില്ല. കാരണം ഒരുപാട് പേര് പല പല വിഷയമായിട്ട് വിളിക്കുന്നുണ്ട്. സോ ഞാനത് ഇന്റർഫിയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ വിഷയം ഞാൻ പറയാൻ കാരണം, ഈ നമ്മുടെ ഇപ്പൊ ഞാൻ ഈ ബർമുഡ ന്യൂയോർക്ക് ഈ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ സൺഡേകളിലൊക്കെ ഞാൻ ഈ ചർച്ചകളിലൊക്കെ സമയപ്പോൾ ഉള്ളപ്പോൾ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ ഫാമിലി മെമ്പർ പോകുന്നതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിലൊക്കെ പോകാറുണ്ട്. അപ്പൊ എല്ലാ സൺഡേയും മാസത്തിന്റെ അവസാനത്തെ സൺഡേയിൽ ഇവർക്കൊരു സാൽവേഷൻ വർക്കുണ്ട്. കുറെ ക്യാഷ് കളക്ട് ചെയ്യുക, അത് ലോകത്തിലെ പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് കൊടുക്കുക. അത് ഇന്ത്യയിലും വരുന്നുണ്ട്, അത് നമ്മുടെ കേരളത്തിലും അതിന്റെ ആ പൈസ വരുന്നതായിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ ഈ നിയമം എന്നുള്ളത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും നല്ല നിയമമാണ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തത്. പക്ഷേ ഈ റൈറ്റ് ടൈം ആണോ എന്നുള്ളത് അറിയത്തില്ല. കാരണം അത് ചിലപ്പോൾ ഒരുപക്ഷെ BJP തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു നിയമത്തിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് നാട്ടില്. മിസ്റ്റർ മനു, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വിദേശത്തുനിന്ന് ക്രിസ്ത്യൻ സഭകൾക്ക് പൈസ വരുന്നത് അവിടുത്തെ ആൾക്കാർ, ആ സഭയിലുള്ളതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ 99% പൈസയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടവർ ആ പൈസ അവർ ഹോൾഡ് ചെയ്ത് ചർച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, സ്കൂൾ ഇതെല്ലാം ഉണ്ടാക്കി അതിന്റെ പേരിലങ്ങ് വെക്കും. അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ അവരാവില്ല. ഇപ്പോ CSI ചർച്ച് എക്സാമ്പിൾ എടുത്തു. CSI ചർച്ചിന്റെ കാരക്കോണത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അത് ഇതേപോലത്തെ പണം കൊണ്ട് ജനങ്ങളുടെയും ഇതേപോലെ വിദേശ പണം കൊണ്ടൊക്കെയാണ് അത് വലുതായിട്ട് കെട്ടിപ്പടുത്തുയർത്തിയത്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ആ സഭയിലുള്ളവർ പോയാൽ പോലും സാധാരണ വാങ്ങണേക്കാൾ കൂടുതൽ പൈസയാണ് അവർ വാങ്ങാറുള്ളത്. അതേപോലെ അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് അവിടെ കിട്ടത്തില്ല. കാരണം അതെല്ലാം ക്യാഷ് ആക്കി ഒരു മാറ്റും. ഇതൊന്നും ശരിക്കും ജനങ്ങളുടെ കയ്യിൽ എത്തുന്നില്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് കിട്ടുന്നത് ക്രിസ്ത്യൻ സംഘടനകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ മിസ്റ്റർ മനു? ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ലെന്നാണ് മനസ്സിലായത്. കാരണം 16,000-ഓളം ഇപ്പോൾ NGO ഉണ്ട്. അതിൽ 3,000-ഓളം മാത്രമേ ക്രൈസ്തവ സഭകളുടെ ഉള്ളൂ. അല്ലല്ല, ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത്. ഹിന്ദുക്കൾക്കാണ്. ജർമ്മനി, കാനഡ ഇത്തരം രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഈവൻ അമൃതാനന്ദമയിക്ക് പോലും ധാരാളം പണം വരുന്നുണ്ട്. നോക്കൂ, എനിക്ക് തോന്നുന്നത് ഒരു 4 മാസത്തിന് മുമ്പാണ് NIA നമ്മുടെ ഈ പാലക്കാടാണോ അതോ കാസർഗോഡോ അറിയത്തില്ല, ഒരു വലിയ സ്ഥാപനം, അതായത് ഒരു ഇസ്ലാമിക്കിന്റെ SDPI-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്. 340 കോടി രൂപ ഖത്തറിൽ നിന്ന് വന്നതിനെയാണ് അവരതിന് അവിടെ ആ സ്ഥാപനം ഇപ്പൊ NIA ഇത് എടുത്തിട്ടുണ്ട്, പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇതിന്റെ മറവില് നല്ല സതുദ്ദേശത്തോടെ ചെയ്യാൻ വേണ്ടി എത്തുന്ന പണവും അതിന്റെ ഒപ്പം തന്നെ ഇലീഗലായി വരുന്ന ഒരുപാട് പണവുമുണ്ട്. അപ്പോ ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇല്ലീഗലായുള്ള പണം പിടിച്ചെടുക്കാനുള്ള നിയമം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് ചില ലൈസൻസിങ്ങിൽ ഇപ്പോൾ ചില വീഴ്ചകൾ സംഭവിച്ചു, എന്തെങ്കിലും ഒരു പേപ്പർ കൃത്യസമയത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ഉള്ള പേര് വരുമ്പോൾ ലൈസൻസിനോടൊപ്പം തന്നെ അവരുടെ വസ്തുവകൾ കണ്ടെടുക്കുന്നു എന്ന തരത്തിലുള്ളൊരു ആശങ്ക വരുന്നു. 2, അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ലഭിക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം ഇത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനെ ഉപയോഗിക്കുന്നതിലൊരു അതിൻ്റെ വെട്ടിക്കുറച്ചപ്പോൾ സ്വാഭാവികമായ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഇവിടെയുള്ള ആളുകൾക്ക് വരുന്നു. അപ്പോൾ ഇത് നടപ്പിലാക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വരുന്ന ഒരു പ്രയാസം,
ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പണം നൽകുന്ന ആളല്ലേ സത്യത്തിൽ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും ഇതിലേക്ക് സർക്കാർ ഗൗരവത്തോടു കൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് ആരുടെ കയ്യിലെത്തുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഒരു ചോദ്യം. അത് അനാവശ്യമായ ഒരു ഇടപെടലിന് വഴിവെക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ മിസ്റ്റർ മനു, കോടാനുകോടി രൂപ ഇന്ത്യയുടെ പുറത്തു നിന്നും ഇതേപോലത്തെ പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുമ്പ് വരെ വന്നുകൊണ്ടിരുന്നത് ഒരു ഏകീകൃത ബാങ്ക് വഴി ആയിരുന്നില്ല, പല ബാങ്കുകൾ, ഈവൻ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ കൂടെ വരെ ഫണ്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ കോട്ടക് ബാങ്കിന് ഒരു നോട്ടീസ് കൊടുത്ത് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഇപ്പോ അവർ കൊണ്ടുവരുന്നതാണ് ഒറ്റ ബാങ്ക് വഴി. അത് സുതാര്യമായിരിക്കണം. കൊണ്ടുവരുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന പണം അതിനുവേണ്ടി തന്നെയാണോ യൂസ് ചെയ്യുന്നത് കൃത്യമായി അറിയണം. അല്ല, അത് ആ പണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് പണം നൽകുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ കുറച്ച് പൈസ തരികയാണ്, ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പാവങ്ങളെ വിളിച്ച് അത് പൈസ കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ ഒരു സാമ്പത്തിക വിദഗ്ധനെ വിളിച്ച് ഇതെങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്ത് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആലോചിക്കും. സ്വാഭാവികമായി അതിന് എനിക്കൊരു സ്റ്റഡി നടത്താനുള്ള പണം ചിലവായി വരും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായി ഒരു ഓഫീസ്, ക്ലർക്ക്, ഇത്തരം ചിലവുകളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്തേക്കുള്ളൊരു നിയന്ത്രണം, പണം കിട്ടിയത് അതിന് മാത്രം ഉപയോഗിക്കുക എന്നത് പലപ്പോഴും പ്രായോഗികമല്ല എന്ന് കൂടിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പ്രദീപിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അജയ് കുമാർ കൂടി ചേരുകയാണ് എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയ് കുമാർ, ശ്രീ അജയ് കുമാർ കേൾക്കാമോ? കേൾക്കാം. ശ്രീ അജയ് കുമാർ, ഇതാണ് ഞാൻ പ്രദീപുമായി സംസാരിച്ചു കൊണ്ടുവന്നത്. അതായത് ഒരു സംവിധാനത്തിൻ്റെ നടത്തിപ്പിലേക്ക് അനാവശ്യമായ ഇടപെടലുകൾ എന്നാണ് അവർ പ്രധാനമായിരിക്കും. ഇപ്പം ഞാൻ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു സ്ഥാപനം നടത്തുന്നു എന്ന് കരുതുമ്പോൾ അതിൽ നിങ്ങൾ 80% ആ ലക്ഷ്യത്തിന് ഉപയോഗിക്കണം, നിങ്ങളുടെ ഓഫീസിന് ഇങ്ങനെ പാടില്ല, നിങ്ങളുടെ ഇതിന് ഇത്ര പൈസ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനൊക്കെ സർക്കാർ വരുമ്പോൾ അത് അനാവശ്യമായ ഒരു കൈകടത്തലല്ലേ എന്നാണ് ചോദ്യം. അതാണ് കൃത്യമായ ചോദ്യം. അതിന് കൃത്യമായ ആൻസറുമുണ്ട്. നിങ്ങൾ വിദേശത്ത് നിന്ന് ഫണ്ട് വരുത്തുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പറയുകയാണ് ഇവിടുത്തെ ആദിവാസി മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ആശുപത്രി പണിയാനാണ് ഞങ്ങൾക്ക് ഫണ്ട്. 10 കോടി രൂപ ഫണ്ട് കിട്ടി. ഈ ഫണ്ടില് 50% അഡ്മിനിസ്ട്രേഷൻ ചാർജായിട്ട് നിങ്ങളങ്ങ് മാറ്റും. 50%. അപ്പൊ മേടിച്ച 10 കോടിയുടെ 5 കോടി മാത്രമേ അവിടെ ചെലവാക്കുന്നുള്ളൂ. 5 കോടി അഡ്മിനിസ്ട്രേഷന് വേണോ? കേവലം ഒരു NGO ആണോ? നമ്മൾക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. കേരളത്തിൽ എത്ര NGOകളുണ്ട്? ഈ NGOയിൽ ഭൂരിഭാഗം NGOകൾ ഏത് മതവിഭാഗത്തിനാണ്? മറ്റു മതവിഭാഗത്തിൽ എത്ര? നമുക്കിപ്പോ ഒരു സംഭവം നടപ്പിലാക്കുന്നത് ഇപ്പൊ ഒരു സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണെന്ന് വിചാരിക്കും. അത് പഠിക്കാനായി ചിലപ്പോൾ ഒരു സാങ്കേതിക വിദഗ്ധന്റെ സഹായം ആവശ്യമായി വരും. അപ്പൊ ആ പൈസ ചെലവാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള നൂലാമാലകൾ വരുന്നു എന്നാണ്. ഒരു നൂലാമാലകളും ഇല്ല. ഇപ്പൊ 1000 കോടി എല്ലാ NGOകളും കൂടി 1000 കോടി കൊണ്ടുവന്നു. ഈ 1000 കോടിയിൽ 500 കോടി നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അല്ല ഇത്തരം സ്റ്റാറ്റിസ്റ്റിക് സ്റ്റഡീസിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണമാണ് ഈ മാർക്കറ്റിലെ സർവ്വ തോന്നിവാസങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നത്. ഇന്ദിരാ ജയ്സ്വാളിന്റെ NGOയെ പറ്റി ബഹുമാനപ്പെട്ട മനു പൊതുസമൂഹത്തോടൊന്ന് പറഞ്ഞേ, എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ദിരാ ജയ്സ്വാളിന്റെ NGO കോടിക്കണക്കിന് പണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ വലിയ വലിയ കോടികൾ പ്രതിഫലം മേടിക്കുന്ന വക്കീലന്മാർക്ക് കൊടുത്തിട്ട് ഈ രാജ്യത്ത് എന്തെല്ലാം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയവർ. ഇനിയും ഗ്രീൻ പീസ് എന്ന് പറയുന്ന NGO ഈ രാജ്യത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. ഇനിയും ഇതിന്റെ കൃത്യമായ വസ്തുതയിലേക്ക് പോകാം. എന്നാണ് NGO FCRA ലൈസൻസ് ഇന്ത്യയിൽ വരുന്നത് മനുവിന് അറിയാമല്ലോ. 1976 ഇന്ദിരാഗാന്ധിയാണ് ഈ NGOകൾക്ക് FCRA ലൈസൻസ് നിർബന്ധമാക്കുന്നത്. അന്ന് അത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ അതിനകത്തിൽ ഒരുപാട് ലീനിയൻസി ഉണ്ടായിരുന്നു. 2010 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് റിവ്യൂ ചെയ്യുന്നതും പുതിയ നിയമം കൊണ്ടുവരുന്നതും. എന്തുകൊണ്ട്? ഈ രാജ്യത്തിന്റെ അപകടം എന്ന് പറയുന്ന നക്സലും മാവോയിസ്റ്റ് തീവ്രവാദികളുമാണെന്നും ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് വിദേശത്തു നിന്നാണെന്നും അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈസൻസുകൾ വേണം എന്നുള്ള ഉറച്ച നിലപാടിൽ മൻമോഹൻ സിംഗ്. അതാണ് ശ്രീ അജയ്കുമാർ, ഇവിടെ അവരെ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയം. BJP സർക്കാരിനെതിരെ പല കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുന്നു. ഇതിന്റെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ ഫണ്ടിങ് വിദേശത്താണ്. ഇപ്പം നമ്മൾ ജമ്മുവിൽ കണ്ടു, അതുപോലെ ലഡാക്കിലെ പ്രതിഷേധത്തിൻ്റെ ചിത്രങ്ങൾ വന്നപ്പോൾ അവിടെയും കണ്ടു. ഇതൊക്കെ ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇവർക്കൊക്കെ വിദേശ ബന്ധങ്ങളുണ്ട്, വിദേശത്ത് നിന്ന് പൈസ വരും. സ്വാഭാവികമായും BJP സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ നടത്തുന്നതിന് മുന്നിൽ ഒരു ബഹിരാഷ്ട്ര താല്പര്യമുണ്ട് എന്ന ബോധ്യത്തിൻ്റെ ഒരു തുടർക്കഥയാണോ
ഈ പുതിയ നിയമം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ഇന്ദിരാഗാന്ധി 1976 ആദ്യമായിട്ട് FCRA ലൈസൻസ് ഈ NGOകൾക്ക് രാജ്യത്ത് ആദ്യമായിട്ട് ഏർപ്പെടുത്തി എന്തിനായിരുന്നു? ഒന്ന് വായിച്ചു നോക്കൂ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കുന്നു, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു, ഈ പണം കൊണ്ടുവന്ന് രാജ്യത്തെ ദുരുപയോഗം ചെയ്യാൻ ഈ NGOകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത് വന്നത്. അത് മാത്രമേ ഇപ്പോഴും BJP ഗവൺമെന്റ് പറയാനുള്ളൂ. ഇനി 2010 മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന അത് തന്നെയാണ് ഇപ്പോഴും. ഇതിനകത്ത് ഒരു വ്യത്യാസമേ വരുത്തിയിട്ടുള്ളൂ. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 2010 അവരത് റിവ്യൂ ചെയ്ത് പുതിയ കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ട് വന്നപ്പോൾ അവിടെ 50% അഡ്മിനിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് അവര് അനുവദിച്ചിരുന്നു. ഈ സർക്കാർ 50% എടുത്തു കളഞ്ഞു. 50% എടുത്തു കളഞ്ഞിട്ട് അത് 20% അഡ്മിനിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ 20% നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന്. രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ, അതൊരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഈ NGOയുടെ പുറത്തുണ്ടാക്കും എന്നാണ് അവരുടെ പരാതി. അതാ അതുണ്ടാകും സാറേ. കാരണം എന്താണെന്നറിയോ, വരിക അതായത് ആ തുക കൊണ്ട് ഇത് പറ്റില്ല. ഇത് നടത്തുന്ന ആളുകളാണല്ലോ പറയുന്നത് ആ തുക കൊണ്ട് ഇത് പറ്റില്ല. അതിന് അല്ലാതെ തന്നെ റെക്കറിങ് എക്സ്പെൻസുകൾ അതിന് പുറത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ചെലവ് നിർവഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അവർ അതിലേക്ക് വരാം. ഇനി അതിലേക്ക് വരാം. അതായത് ഇത്തരം സംഘടനകളുടെ മേളിൽ ആലങ്കാരിക പദവിയിൽ പല ആൾക്കാരും കാണും. അവരുടെയൊക്കെ സാലറി ലക്ഷങ്ങളും കോടികളുമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പണം ആ വഴിക്ക് പോകും. നിങ്ങൾ 100 കോടി കൊണ്ടുവന്നത് ഒരു ആശുപത്രി പണിയാനാണെങ്കിൽ, അത് പാവങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിന്റെ 500 കോടിയെ 100 കോടിയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ 50 കോടിയെ അവിടെ നിങ്ങൾ ഫലവത്താക്കുന്നുള്ളൂ. ബാക്കി 50 കോടി നിങ്ങളുടെ പോക്കറ്റിൽ പോകാൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര എക്സ്പെൻസ് സാറേ? ഇതൊന്ന്. രണ്ടാമത് ഒരു പദ്ധതിയിലേക്ക് കംപ്ലീറ്റ് പണം പോകുന്നില്ല. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ആശുപത്രി പണിയാനാണ് പണം കൊണ്ടിരുന്നതെങ്കിൽ അത് ആശുപത്രി പണിയാൻ മാത്രം ഉപയോഗിക്കുന്നാണ് പറഞ്ഞത്. കോളേജ് പണിയാനാണെങ്കിൽ നിങ്ങൾ കോളേജ് പണിയും, സ്കൂളിന് വരും. ഇത് പണം ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾക്ക് അനുവദിക്കണം, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, അത് നിങ്ങൾ ആരും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ബനാന റിപ്പബ്ലിക്കാണോ? നിങ്ങൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഇതിനകത്ത് ഒരു വ്യത്യാസം പോലും വരാതെ ഇത് ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിന്റെ ദേശീയ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിടത്തോളം, നിങ്ങളുടെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ശ്രദ്ധിച്ചോളം, കൃത്യമായിട്ട് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം, അതായത് BJPക്ക് 10-20 സീറ്റോ 10-15 സീറ്റോ കിട്ടുമെന്ന സർവേയും ഒക്കെ എവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞപ്പോൾ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടാതിരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിനെ കലുഷിതമാക്കാൻ ഇറക്കിവിട്ട ഒരു കാര്യമാണ്. അല്ലാതെ ബോധമുള്ള ഒരു ക്രിസ്ത്യാനിയും ഇതിനെ എതിർക്കത്തില്ല. ക്രിസ്ത്യാനികളൊന്നും തന്നെ ചിന്തിക്കട്ടെ. ഇവിടെ കേരളത്തിൽ 3000 ചില NGOകളുണ്ട്. അതിൽ 2000-ന് മേളിൽ ഒരു പക്ഷേ ക്രിസ്ത്യൻ സംഘടനകളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 50% വെച്ച് അഡ്മിനിസ്ട്രേഷൻ ഫീസ് എത്രായിരം കോടിയുണ്ട് ഒരു വർഷം അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ 10% ഉണ്ടെങ്കിൽ മുനമ്പത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്താ ഇതൊക്കെ ചെയ്യാതിരുന്നത്? അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ പണം എവിടെയാണ് പോകുന്നത്? പലരുടെയും പോക്കറ്റിൽ പോവുകയാണ്. അതിനെയാണ് നിയന്ത്രിച്ചത് മനു. അത് നിയന്ത്രിക്കുക തന്നെ വേണം. ഇത് രാജ്യത്തിന്റെ നിയമമാണ്, അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ശിവദാസൻ, ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചു പോവുകയാണ്. നമസ്കാരം. എന്തായാലും പ്രവീണും ഇപ്പം ചേട്ടനും വ്യക്തമായി പറഞ്ഞു, അത് തന്നെ സത്യം. ഒന്നുകൂടി ഞാൻ പറയാം. ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെയ്ക്കും ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആനുകൂല്യം കൂടെ ഹിന്ദുവിന് മാത്രം കൊടുക്കുന്നുണ്ടോ? ക്രിസ്ത്യനും മുസൽമാനും പിന്നെ ഹിന്ദുവിനും ഒരേപോലെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാറേ, നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കകത്ത് പലയിടത്തും കോടിക്കണക്കിന് രൂപ വന്നിട്ട് ഇന്ന് പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായപ്പെട്ട ആൾക്കാര് ഒരു മാടം പോലും വെച്ച് കെട്ടിക്കിടക്കാൻ നിവൃത്തിയില്ല. പല കമ്പനികൾ ടാർപ്പളം വെച്ച് വെട്ടി കിടക്കുകയാണ്. അവർ 5 പൈസ കൊടുക്കുന്നില്ല. ഇത് കൊണ്ടുവന്ന് ഈ നിയമം പാസ്സാക്കാനും ഇത് വന്നതും ഒരു വോട്ടിന് വേണ്ടിയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി, ജാതിഭേദമില്ലാതെ മതേതരത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അതിന് നന്മയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ രാജ്യസുരക്ഷ അത് പ്രധാനം. മതവും രാഷ്ട്രീയവും കാണുന്നവർ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വയ്ക്കുന്നു എന്ന് എന്നോട് ദേവിക പറയുന്നു. SKP ദേവികയുടെ പ്രതികരണമാണത്. അപ്പോൾ സുനിൽ എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സുനിൽ എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനെ പറഞ്ഞില്ലേ സ്നേഹത്തിൻ്റെ പൊളിറ്റിക്സ് ആണെന്ന്. അപ്പോൾ അതിന് ചുവന്ന ഹൃദയമൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ സുനിൽ ഗോളടിച്ചല്ലോ എന്ന് ജയകുമാറും അങ്ങനെ അവർ തമാശ പറയുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നു, ഇവിടെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, കാലാവസ്ഥ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത്, മനു ഒരു നിഷ്പക്ഷനാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട, മനു നിഷ്പക്ഷനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നു. മുരളീധരൻ നായർ യമൻ പറയുന്നു, നമസ്തേ മനു, വീട്ടിൽ വീണ്ടും ഒരു വലിയ പാമ്പ് വന്നു. ഈ മുരളീധരൻ നായർ ഒരു പാമ്പ് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഉൾക്കുളത്തെ പെരിച്ചാഴി മാളത്തിൽ കയറി അവസാനം ഫയർ സർവീസ് വന്ന് കൊണ്ടുപോയി വാട്സാപ്പ് നമ്പർ പറഞ്ഞാൽ വീഡിയോ അയച്ചു തരാമെന്ന്. ആഹാ, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അവസാനം ഇടാം. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വലിയ പാമ്പ് വന്നിരിക്കുകയാണ്. അത് ഈ പാമ്പ് എന്താണാവോ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉലൽക്കളത്തെ പിന്നെ ഈ പെരിച്ചാഴി മാളത്തിൽ ഈ പാമ്പ് കയറിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊള്ളാലോ. ആ പാമ്പ് ഒരു വിരുദ്ധനാണ്. അപ്പോൾ മാളം കണ്ടപ്പോൾ അതിൽ കയറിയിരുന്നു. അപ്പോൾ ഫയർ സർവീസുകാരാണ് വന്ന് പാമ്പിനെ പിടിച്ചത്. അപ്പോൾ ഈ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ ഫയർ സർവീസുകാർ ഈ പാമ്പിനെ പിടിച്ചവരുണ്ടെങ്കിൽ ശ്രീ മുരളീധരൻ നായർ അവർക്ക് നമ്മുടെ അനുമോദനങ്ങളൊക്കെ അറിയിക്കണം. ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ നിസ്വാർത്ഥ സേവനം അങ്ങേയറ്റം പ്രശംസനീയമാണ്. അപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നത്, മനുവിനെ പറ്റി സുനിൽ പറഞ്ഞു, മനു എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തി എന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പൊളിക്കും. ശിവദാസൻ നായർ എന്നെ പോഴ്ത്തുകയാണ്. സന്തോഷം. ഇത് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷം അത്ര പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ മുരളീധരൻ പറയുന്നു, ഇനിയാണ് ഊണ് എന്ന് പറയുന്നു. മുരളി ചേട്ടന് നമസ്കാരം. അപർണ, FCRA ശരിയായി ഉപയോഗിച്ചാൽ രാജ്യസുരക്ഷയ്ക്കും ട്രാൻസ്പെറൻസിക്കും നല്ലത്, തെറ്റായി ഉപയോഗിച്ചാൽ വിമർശന സ്വാതന്ത്ര്യം, സമൂഹ പ്രവർത്തനം എന്നിവയ്ക്ക് നിയന്ത്രണം, അതിനാൽ ഇത് ഭയപ്പെടേണ്ട എന്നാണ് അപർണ പറയുന്നത്. ഓക്കെ അപർണ, അപർണ ഒരു ബഡ്ഡിങ് ജേർണലിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ശിവൻ കാരോളി എന്നോട് പറയുന്നു, ഇടതിൻ്റെയും വലതിൻ്റെയും വ്യാജ ഡീൽ ആരോപണങ്ങൾ ആരും മറക്കരുത്, സ്വർണം കട്ടത് സഖാക്കളാണെന്നൊക്കെയാണ് ഇപ്പോൾ ഇതിനിടയിൽ പറയുന്നത്. കൊള്ളാം. ഓക്കെ. പ്രദീപ് ന്യൂയോർക്ക് ഇപ്പോൾ പ്രദീപ് ബെർമുഡയായോ എന്ന് ചോദിക്കുന്നത്. ബെർമുഡ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ളൊരു ദ്വീപാണ്. അപ്പം ന്യൂയോർക്കിൽ നിന്ന് അങ്ങോട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, അവിടെ പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഭീതിതമായി കണ്ടൊരു സ്ഥലമാണ്. കാരണം ബെർമുഡയുടെ മേളിലൂടെ വിമാനം പോയാൽ അത് തന്നെ താഴേക്ക് ആരോ പിടിച്ച് വലിക്കുമെന്നും അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയില്ല എന്നും ഒക്കെയുള്ള വലിയ കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു. പിന്നീട് അത് ഗുരുത്വാകർഷണത്തിൻ്റെയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണെന്നും അവിടെ കാണാതായ വിമാനങ്ങളെ പറ്റിയൊക്കെ വലിയ കഥകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അജിത് കുമാർ മാറോളി. അപ്പോൾ പ്രദീപ് നമ്മുടെ അവിടെയുള്ള അമേരിക്കയിലുള്ള ആൾ തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ വിദ്വേഷം നിന്ന് വന്ന പണത്തിൻ്റെ കണക്ക് ചോദിക്കാൻ പാടില്ല. ഗവൺമെൻറ്റിന് വിദേശത്ത് നിന്ന് വന്ന പണത്തിൻ്റെ കണക്ക് ചോദിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ അവിടെ നിയമത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എന്നോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു. അതോടൊപ്പം ശിവദാസൻ ചേട്ടൻ BJP അല്ല, എങ്കിലും സത്യം പറയുന്നതിൽ സന്തോഷമെന്ന് പറയുന്നു. രാജ്യത്തേക്ക് വരുന്ന പണ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അന്വേഷിക്കാം. ഐ തിങ്ക് ദേവിക ഈസ് ഫ്രം SKP ടിംബർ, ദേ മേ ബി SKP രമേഷ് സിസ്റ്റർ ആൻഡ് ഡോട്ടർ ഹൂ ഈസ് എ BJP ലീഡർ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഷിജു എന്തൊക്കെ അന്വേഷിക്കുകയാണ്. അവർ പ്രതികരിക്കട്ടെ ഷിജു. ആളുകൾ അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകണോ? FCRA പേരിൽ കോൺഗ്രസ് 10 വോട്ടിന് വേണ്ടി രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അപകടകരമായി കളിക്കുന്ന വോട്ടർമാർ ചിന്തിക്കണം എന്നോട് അജിത് കുമാർ പറയുന്നു. എക്സ്ബോയ് ഇവിടെ ചേർന്ന് വളരെ എന്തൊക്കെയോ തമാശകളും ഒക്കെ അടിച്ചുവിടുന്നുണ്ട്. ഇന്ത്യയിൽ BJP സർക്കാർ അസ്ഥിരപ്പെടുത്താൻ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു സുനിൽ. അതൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തടയുക എന്നാണ് ലക്ഷ്യം. രാഷ്ട്രീയക്കാർ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്ന് ദേവിക പറയുന്നു. അതൊക്കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ തോന്നലാണ്. 240-ന് മുകളിൽ ക്രിസ്ത്യൻ MLA-മാർ ഇന്ത്യയിലുള്ള പാർട്ടിയാണ് BJP. പിന്നെ അതെങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധമാകും എന്നൊരു ചോദ്യം സുനിൽ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം ദിസ് അമെൻമെൻറ്റ് റൂൾ എഫക്റ്റഡ് കേരള എ ഫ്ലഡ് ക്വിക്ക് റിലീഫ്, സോ വി ക്യാൻ ഗസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു എഫക്റ്റ് എന്ന് പറയുന്നു. ഇത് ആക്രി കച്ചവടമല്ല മനു, ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ഗൗരവത്തിലെടുക്കണം എന്നാണ് അജിത് കുമാർ എന്നോട് പറയുന്നത്. ദേ വിൽ നെവർ ടച്ച് അമൃതാനന്ദ മഠം ആൻഡ് ശ്രീ രവിശങ്കർ ആൻഡ് ബാബ രാംദേവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഷുവർ എന്നാണ്. അവർ നിയമപരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല.
ന്യൂനപക്ഷങ്ങൾ സംഘപരിവാറിൻ്റെ ശത്രുക്കൾ തന്നെയാകും എന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു. പൊന്നുചേട്ട എല്ലാറ്റിനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണല്ലോ എന്ന് സുനിൽ ചോദിക്കുന്നു. ശാന്തകുമാരി ചേച്ചി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തി. എനിക്കറിയായിരുന്നു എന്നെപ്പറ്റി നല്ല വാക്ക് പറയുന്നവരുടെ കൂട്ടത്തിൽ ശ്രീമതി ശാന്തകുമാരി ഉണ്ടാകും എന്ന്. കാരണം എനിക്ക് അവരെ അത്ര ഇഷ്ടമാണ്. മനു എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തി എന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മനുവിന് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നു ബാബരി മസ്ജിദ് FCRA ഒക്കെ വിചാരധാര നടപ്പായാൽ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. അപ്പോൾ അജിത് കുമാർ എന്നോട് ചോദിക്കുന്ന വിദേശത്തു നിന്ന് വരുന്ന പണത്തിന് നിയന്ത്രണം വേണം, പക്ഷേ FCRA ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ ആസ്തികൾ സർക്കാർ കണ്ടുകെട്ടും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകെട്ടുകയില്ല. അതിനൊരു പ്രത്യേക ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് അതോറിറ്റിയുടെ കൈകളിലേക്ക് FCRA ലൈസൻസ് ഇല്ലാത്ത അവരുടെ സ്വത്തുക്കൾ മാറും എന്നതാണ് നിയമത്തിന് ഒരു വലിയ പോരായ്മയായിട്ട് വരുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ എതിർക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൻ്റെ ഈ അവരുടെ ആസ്തികൾ സ്വത്തുവകകൾ ഒരു ചെറിയ ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കാൻ വൈകുമ്പോൾ അത് നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് അവിടെ ചോദിക്കുന്നത്. ഏതായാലും അതൊക്കെ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാനും കരുതുന്നത്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് ഇത് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഈ വിവാദം ബാധിക്കുമോ? ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചാൽ എന്താ സാർ? ക്രിസ്ത്യാനികൾ അങ്ങനെ വഴിവിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോട്ടിനെയൊന്നല്ല നോക്കേണ്ടത്. അതാണ് ഭരിക്കുന്ന കക്ഷിയുടെ ഇംഗിതം. ഇവർ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത് സംസാരിக்கிறതാ. എന്താ ഈ ക്രിസ്ത്യാനിക്കെതിരായിട്ട് മാത്രം ചെയ്താണോ? അപ്പൊ 4 വോട്ടിന് വേണ്ടിയല്ല, നമുക്ക് നയത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് അല്ലേ? ഈ പറയുന്ന ആൾക്കാരൊക്കെ പലരുടെയും ഇംഗിതത്തിന് വേണ്ടി ഇന്ത്യയിലെ നിയമം തന്നെ താറുമാറാക്കി കൊടുത്തിട്ടുണ്ട് മുമ്പ്. അതുപോലെ ഇപ്പൊ നടക്കത്തില്ല. ഇവരിപ്പം ഭയപ്പെടുത്തുന്ന ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ KC വേണുഗോപാൽ സാർ പറയുന്നത് കേട്ടു. എന്താ പറഞ്ഞത്? ക്രിസ്മസ് ആകുമ്പോൾ കേക്കുമായിട്ട് അരമനകളിൽ ചെല്ലുക, പിന്നെ അവർക്കെതിരായി നിയമം കൊണ്ടുവരിക. അവർക്കെതിരായിട്ട് അവർ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്കെതിരായിട്ട് തന്നെ കൊണ്ടുവരിക. അതിന് യാതൊരു സംശയമില്ല. അതിന്റെ പേരിൽ അവർ 10 വോട്ട് ചെയ്യാന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. നിലപാടാണ് സാർ പ്രശ്നം. പിന്നെ പക്ഷേ നമ്മളിങ്ങനെ പറയാൻ മാത്രം എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ മിഷണറികൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ? സംശയമാണ്. എല്ലാം അത് ഉള്ളവരല്ലേ സാർ ഭയപ്പെടണ്ടു. ഉള്ളവരെ സംരക്ഷിക്കുന്ന യാതൊരു സ്ഥിതിയുമില്ല. അവർ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കത്തില്ല. അല്ല, അവർ ചോദിക്കുന്ന വളരെ ചെറിയൊരു ചോദ്യം, ഈ അവർ ഇപ്പോൾ ഒരു ലൈസൻസ് പുതുക്കുന്നതിന് ഒരു കാലതാമസം വന്നു എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്, ഉടനെ ഈ സ്വത്തുവകകളെല്ലാം അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് എല്ലാം നഷ്ടമാകുമോ? അങ്ങനെ ഒരു ക്ലോസ് ഇതിലുണ്ടോ? ഇതൊക്കെയല്ലേ ആശങ്കയായിട്ട് വരുന്നത്. മാത്രമല്ല ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യും? അത് അവർക്കൂടി അതിലൊരു അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് വേണ്ടേ അവരെ കൂടി ബാധിക്കുന്നൊരു നിയമം നടപ്പിലാക്കാനെന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഈ
ലൈസൻസ് പുതുക്കാതെ നിയമം ലംഘിച്ച് പണം കൊണ്ടുവരുന്നത് സപ്പോർട്ട് ചെയ്ത് അവരുടെ കാര്യം കേട്ടിട്ട് ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരണം. രാജ്യത്തെ നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ആയിരിക്കണം, അത് കൃത്യമായിട്ട് ചെയ്യണം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ക്രിസ്ത്യാനികൾക്കുണ്ട്. വിവരമില്ലാത്ത ക്രിസ്ത്യാനികളൊന്നല്ല അല്ല, കേരളത്തിൽ. ഞാൻ ചോദിക്കുന്നത് അവർ ഇതുവരെ എന്തെങ്കിലും നിയമം ലംഘിച്ചിട്ടുണ്ടോ? പിന്നെ അവർ നിയമം ലംഘിക്കുന്ന ആളുകൾ ഇന്ന് ചിത്രീകരിക്കുകയും ഈ ചെറിയ ഒരു ഇത് വന്നാൽ അവരുടനെ അവരുടെ ഭൂസ്വത്തുകൾ പിടിച്ചെടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിലുള്ള ഒരു വൈവിധ്യമാണ് ചോദിക്കുന്നത്. അതിപ്പോൾ ചെറിയൊരു നിയമലംഘനം ഉണ്ടായി എന്ന് വന്നാൽ അത് അല്ലെങ്കിൽ നിയമലംഘനം എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനമല്ല, ഒരു കടലാസ് കൊടുക്കുന്നതിൽ വൈകി എന്ന് പറയുമ്പോൾ അവരുടെ സ്വത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ശ്രീ ബാലകൃഷ്ണൻ വടകരയുടെ വീട്ടിലെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ വൈകിയാൽ ഭൂമി ഇങ്ങ് അടുത്ത ദിവസം പിടിച്ചെടുക്കും, ഒരു മറ്റൊരു അതോറിറ്റിയുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് ഭൂമി നഷ്ടമായി എന്ന്? അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് എവിടെയെങ്കിലും ഒരു ഇത് വന്നോ? വരാൻ പോണല്ലോ, നിയമം ഇതാക്കിയിട്ടില്ലല്ലോ, വരുന്നല്ലേ ഉള്ളൂ. നിയമം വരും. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയാണ്. നിയമത്തിനനുസരിച്ച് ഏതൊരു പൗരനും ജീവിക്കാനാവും. അതിവിടെ തെരഞ്ഞെടുപ്പ് വോട്ടോ എന്നുള്ളതല്ല. കൃഷ്ണൻകുട്ടി സാർ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കൂടി എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നിയമം എല്ലാവരും പാലിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു ആശങ്ക ആരും പ്രകടിപ്പിക്കേണ്ടതില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ നിങ്ങളിത് രാഷ്ട്രീയ ആയുധമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ ഭീതിയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ആരോപണങ്ങൾ. നമസ്കാരം. നമസ്കാരം. കുറുക്കൻ കോഴിയെ സംരക്ഷിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സംഘപരിവാറുകാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് കാണിക്കുന്ന ശത്രുതയ്ക്ക് ഒരു ലിമിറ്റ് ഇല്ലെന്ന് നമ്മളെ കേരളത്തിന്റെ അനുഭവത്തിൽ തന്നെ മനസ്സിലാവും. പ്രളയകാലത്ത് നമുക്ക് വിദേശ സഹായം കിട്ടുമെന്ന് വന്നപ്പോ അത് മുടന്തൻ ന്യായം പറഞ്ഞ് തടസ്സപ്പെടുത്തിയതാണ് കേന്ദ്ര സർക്കാരും മോദി ഭരണവും ഒക്കെ. നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ അന്നത്തെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ. വയനാട്ടില് ഈ ദുരന്തം ഉണ്ടായപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ അതിന്റെ പകുതി പോലും ഉണ്ടാകാത്ത സ്ഥലങ്ങളിലൊക്കെ എത്ര കോടിക്കണക്കിന് 3000-ഉം 50,000 ഒക്കെ കോടികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുത്തപ്പോ കേരളത്തിന് ആ കിട്ടിയ ഒരു കുഞ്ഞിന് ഒരു ഉമ്മ കൊടുത്തിട്ട് പോയി. എത്രയല്ലേ ഉണ്ടായുള്ളൂ? എന്തുകൊണ്ടാണ് ഇത് കേരളം BJP ആയിരുന്നു ഭരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോ തീർച്ചയായിട്ടും ഇതായിരിക്കുമോ സഹായം? അല്ലല്ലോ. നമുക്ക് എയിംസ് തരാമെന്നും മറ്റേ തരാമെന്നും പറഞ്ഞ് അവരിപ്പോ പരസ്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പദ്ധതി പരസ്യം കണ്ട് എയിംസ് തരാമെന്ന്. ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന സ്വഭാവങ്ങളാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ ഏത് രീതിയിൽ ഉപദ്രവിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന വിഭാഗം കേന്ദ്ര ഭരണത്തിൽ, മോദി ഭരണത്തിൽ അല്ലെങ്കിൽ സംഘപരിവാർ ഭരണത്തിൽ സുരക്ഷിതരായിരിക്കും എന്ന് പറയാനും മാത്രം എന്ത് ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാല് അല്ലെ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാല് ഈ ക്രിസ്ത്യൻ മിഷണറിമാര് വാങ്ങിച്ചു കൂട്ടുന്ന തല്ലിനും അപമാനത്തിനും അവഹേളനത്തിനും അവരുടെ പള്ളി പൊളിക്കലിനും അവരെ ഉപദ്രവിക്കലിനും ഒക്കെ വല്ല ലിമിറ്റും ഉണ്ടോ? കന്യാസ്ത്രീകളെ വരെ ഉപദ്രവിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടില്ലേ? എവിടെയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദി ഇതിനെ ശക്തമായി എതിർക്കുന്നതോ അപലപിക്കുന്നതോ ഈ പറഞ്ഞ ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നതോ നമ്മൾ കണ്ടോ? മണിപ്പൂരിൽ ആൾക്കാർ എന്തുമാത്രം ചത്തു, എന്തുമാത്രം പ്രോപ്പർട്ടി നഷ്ടം വന്നു. മോദി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് നോക്കാഞ്ഞത്? അവിടെ തല്ലുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്, അവർ തല്ലി നശിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ ബുള്ളറ്റിൻ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങയുടെ നിലപാടുകൾ വ്യക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പറയാനും അവസരം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ചർച്ച ചെയ്തു. യൂട്യൂബിൽ ബിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 71% ആളുകൾ പറയുന്നത് അത് ഒരു ആശങ്ക സൃഷ്ടിക്കും എന്നതാണ്, BJPയെ ബാധിക്കും എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പിൽ അവർക്കത് നോക്കിക്കണ്ട് അതിനുവേണ്ട വിധികളൊക്കെ ചെയ്യാവുന്നതാണ്. ഏതായാലും വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയേണ്ടതാണ്, അത് അത്യാവശ്യമാണ്. പക്ഷേ സേവന സംഘടനകളുടെ പ്രവർത്തനം അത് സുഗമമാക്കാനുള്ള ഒരവസരം കൂടി ഉണ്ടാകണം. അത് തുടരുവാൻ കഴിയണം, തുടരുമെന്ന് ഉറപ്പാക്കണം. എല്ലാവരെയും വിശ്വാസത്തിലെടുത്താകണം സർക്കാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. രാജ്യസുരക്ഷയും ജനാധിപത്യ സ്വാതന്ത്ര്യവും തമ്മിൽ ഏറ്റുമുട്ടാതെ ഒരു പ്രതലത്തിൽ എത്താൻ നമുക്കാകണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഒരു യഥാർത്ഥ പരീക്ഷണം തന്നെയാണ്. ഇവിടെ വൈകാരികത മാറ്റിവെച്ച് വിവേകത്തോടെ പ്രതികരിക്കാൻ പൗരന്മാർക്ക് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.